सुन लो, सब लोग अपने बंदूक फेंक दो, नहीं तो इस बेचारे को मार डालूंगा। फेंक दो, फेंक दो। मैं 3 तक गिन लूंगा, उसकी अंदर बंदी के नीचे होना चाहिए, नहीं तो इस 3 को मार डालूंगा। Drop your gun! चुप जाओ, हट जा, हट जा, रास्ता से हट जा, हट जा। रुक जा। Get him! കുനിയുന്നു, അതുകൊണ്ട് ബെൽറ്റ് പോകുമ്പോണ്ടാവും. അയ്യോ, അങ്ങനെ ബോംബ് പൊട്ടി ചാവണമെങ്കിൽ ചാവട്ടോ. ഈ വീട് ചുറ്റും വളയൂ. എന്താ? ആ, അറിയില്ല. നേരാണോ ചായ? ഭീകരനാണോ അത്? അതേടാ, ഈ ഭീകരനെ തന്നെയാണ് ഞാൻ കണ്ടത്. ഇവനെങ്ങനെ ഇവിടെ എത്തി? നമ്മളെ കൊല്ലാനായിരിക്കും. ഭഗവാനെ, കർത്താവേ. हिंद्रन बिल्ला, बाहर आकर सरेंडर हो जाओ, वरना इस पूरे घर को जलाकर राख कर दूंगा, समझे? अब आखिरी बार कहता है, सरेंडर करो। अपने आप को पुलिस का हवाला नहीं करूंगा, उसे भी अच्छा मरना है, मरना है। എന്താ സംഭവിച്ചത്? ആത്മഹത്യ. സൈനൈഡ് ആവണം, അല്ലെങ്കിൽ ഇത്രപ്പെട്ടം ചാവൂല. ചത്തു? ഇല്ല, ചത്തില്ല. നമ്മളിവനെ കൊന്നു. എന്ത്? ഈ കിടക്കുന്നത് 50 ലക്ഷം രൂപയാണ് ചായ. ഇവൻ സൈനൈഡ് കഴിച്ചില്ല. ഒരു സംഘടനത്തിലൂടെ നമ്മളിവനെ കൊന്നു. പൊക്ക്, പൊക്ക്. ഇനി വേണ്ടത് സംഘടനത്തിന്റെ ഒച്ചയും ബഹളവും. അച്ചായൻ താങ്ങിക്കോ, ഞാൻ ഇടിക്കാം. Let's move them. Hey, no, just wait.
കൊന്നു, ഭീകരനെ ഞങ്ങൾ കൊന്നു. അതെ, കൊന്നു, ഞങ്ങൾ കൊന്നു. ഭീകരമായ ഏറ്റുമുട്ടലിലൂടെ ഭീകരനെ ഞങ്ങൾ കൊന്നു. ജീവനോടെ പിടിക്കാൻ ഞങ്ങൾ ശ്രമിച്ചതാണ്, സാധിച്ചില്ല. ഞങ്ങളോട് ക്ഷമിക്കൂ. പോയി, 50 ലക്ഷവും പ്രൊമോഷനും പോയി. ഇറ്റ് ഈസ് ഗ്രേറ്റ് മൈ ബോയ്സ്, റിയലി ഗ്രേറ്റ്. നിങ്ങൾ കേരളത്തിന്റെ മാനം കാത്തു, ഇന്ത്യയുടെ മാനം കാത്തു. പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഈസ് പ്രൗഡ് ഓഫ് യു. We are proud of our department. വാർത്ത, ചൂടുള്ള വാർത്ത. അന്താരാഷ്ട്ര ഭീകരനെ കൊന്ന 50 ലക്ഷത്തിന് അർഹരായ 2 പോലീസ് കോൺസ്റ്റബിൾമാർ. വാർത്ത, ചൂടുള്ള വാർത്ത. തിഹാർ ജയിലിൽ നിന്നും തടവ് ചാടിയ കുപ്രസിദ്ധ ഭീകരൻ ബിന്ദരൻ പിള്ള കൊല ചെയ്യപ്പെട്ടു. ഭീകരനെ കൊന്ന കോൺസ്റ്റബിൾമാരായ KV ഭാസ്കറിനെയും മാത്യു ജോസഫിനെയും ഇന്ത്യൻ പ്രസിഡന്റ് പ്രത്യേകം അഭിനന്ദിച്ചു. ഈ വീരനായകന്മാർക്ക് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരുന്ന 50 ലക്ഷം രൂപ എത്രയും വേഗം നൽകുന്നതാണെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ന്യൂഡൽഹിയിൽ വ്യക്തമാക്കി. കണ്ണൂർ ജില്ലയിൽ മുഴപ്പാല എന്ന ഗ്രാമത്തിൽ ആടൂർ മാരാങ്ങലത്ത് രാമൻ നായരുടെയും കുന്നത്ത് വീട്ടിൽ പാർവതി അമ്മയുടെയും 9 മക്കളിൽ 8ാമനായി ജനിച്ച കുന്നത്ത് വീട്ടിൽ ഭാസ്കരൻ ബിരുദാനന്തര ബിരുദത്തിന് ശേഷം പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ കോൺസ്റ്റബിളായി ചേർന്നു. പഠനകാലത്ത് കലാസാഹിത്യ രംഗങ്ങളിൽ അതീവ തൽപരനായിരുന്ന ഈ യുവാവ് അംഗീകരിക്കപ്പെട്ട ഒരു കോളേജ് യൂണിയൻ ഭാരവാഹി കൂടിയായിരുന്നു. कुन्नत वीटिल भास्करन और मैथ्यू जोसेफ, इन दोनों पुलिस कर्मचारियों को राष्ट्रपति ने इस अवसर में मुबारकबाद दे दी है. എങ്ങനെയുണ്ട്? പെടാപ്പാട് പെട്ടത് ഞാൻ, അനുമോദനം 50 ലക്ഷം അവന്മാർക്ക്. നീ ഒറ്റ ഒരുത്തനാ ഇതിനൊക്കെ കാരണക്കാരൻ. സാറിനെ രക്ഷിക്കാൻ വേണ്ടിയാ ഞാൻ അവിടെ വന്നത്. അതിലും ഭേദം ഭീകരന്റെ തോക്ക് തട്ടിയെടുത്ത് എന്നെ വെടിവെച്ച് കൊന്നൂടായിരുന്നോ? ആ തോക്കിനെ കുറിച്ച് ഞാൻ അന്വേഷിക്കാം സാർ. എണീക്കടാ. ഓ, അപ്പൊ തോക്ക് Hello, ഭാസ്കരൻ here. ഭാഗ്യനാഥനാണ്. ഓ മൈ ഡിയറസ്റ്റ് ഫ്രണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അവിടെ കാലാവസ്ഥയൊക്കെ എങ്ങനെയുണ്ട്? മഴയൊക്കെ ഉണ്ടോ? ഇവിടെ ചൂടൽപ്പ കൂടുതലാണ്. ചൂട് ഇനിയും കൂടാനേ സാധ്യതയുള്ളൂ. നീ കാര്യം പറ മോനെ ഭാഗ്യനാഥ. അല്ല, അതെ, ഈ ലോട്ടറി അടിക്കുമ്പോ ഇപ്പോ ടിക്കറ്റ് എടുത്തവന് മാത്രമല്ല, ടിക്കറ്റ് വിറ്റ ഏജന്റിനും സമ്മാനമുണ്ടേ. നീ ലോട്ടറി കച്ചവടം തുടങ്ങിയോ? അതല്ല ഭാസ്കര, ആ ഭീകരനെ തുരത്തി നിങ്ങളുടെ വീട്ടിലേക്ക് ഓടിച്ച് കയറ്റിയത് ഞാനാണ്. ആ 50 ലക്ഷത്തിൽ ഒരു വിഹിതം എനിക്കും തരണം. ഒരു കാര്യം ചെയ്യേ, നീ ഒരു വലിയ ചാക്കു എടുത്തോണ്ട് ഇങ്ങോട്ട് വാ. ഞാൻ 50 ലക്ഷം തന്നേക്കാം. 1 രൂപ നോട്ട് മതിയോ അതോ 10 രൂപ നോട്ട് വേണോ? എടാ, നിന്റെ തന്ത അമിട്ട് വേലായുധന്റെ അടുത്ത് സംസാരിക്കുന്നത് പോലെ എന്റെ അടുത്ത് സംസാരിച്ചാലുണ്ടല്ലോ. എടാ പൊട്ടുപിഴകി. ഓടാ. ജില്ലാ കളക്ടറും XMBയും വന്നെത്തിക്കഴിഞ്ഞു. ഒരു കാര്യം ചെയ്, 50 ലക്ഷം കിട്ടുമ്പോ ഞാൻ നിനക്ക് 10-500 തന്നേക്കാം, പോരെ? സർ വന്നട്ടെ. എന്തായാലും പിച്ചക്കാർക്ക് കൊടുക്കാൻ വേണ്ടി ഞാനൊരു തുക മാറ്റി വെക്കുന്നുണ്ട്. അതിൽ നിന്ന് നിനക്കും ഞാൻ കുറച്ച് തന്നേക്കാം. എന്താ? പിച്ചക്കാരൻ നിന്റെ മറ്റവനാടാ കഴുതേ. സുഹൃത്തെ, ഇന്ത്യയെ തന്നെ നടുക്കിയ ഭീകരനെ കൊന്നവരാ ഞങ്ങൾ. ഈ മാതിരി ഭീഷണിയൊന്നും ഇവിടെ വിലപ്പോവില്ല. മനസ്സിലായോ? എന്ത് കൊല്ലുമെന്നോ?
കൊല്ലടാ കൊല്ല്. മാതൃരാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്യാൻ പോലും ഞങ്ങൾക്ക് മടിയില്ലടാ. നീ എന്ത് പിച്ചും പേയുവാണ്ട ഈ പറയുന്നേ? ഏത് മാതൃരാജ്യം? ശരി, ഏറ്റുമുട്ടാൻ ധൈര്യമുണ്ടെങ്കിൽ വാടാ സ്റ്റുപ്പിഡ്. ഇത് ജില്ലാ കളക്ടർ. അറിയാം. ഹലോ, ഹലോ സാർ. ആരായിരുന്നു ഫോണിൽ? ഓ, അങ്ങനെ പ്രത്യേകിച്ച് ആരുമില്ല. ഏറ്റുമുട്ടാൻ വാടാന്ന് പറഞ്ഞത്? അത് ഞങ്ങൾ കൊന്ന ഭീകരന്റെ ആളുകളാ. ഭീഷണിപ്പെടുത്തിയതാണ്. പ്രതികാരമായി ഞങ്ങളെ കൊല്ലും അത്രേ. ഇന്നത് 103ാമത്തെ ഫോൺ കോളാ സാറേ. ഞങ്ങളെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട്. എങ്കിലും അവർ കൊല്ലട്ടെ. ഞങ്ങൾക്ക് വലുത് ഞങ്ങളുടെ മാതൃരാജ്യമാണ്. ഞങ്ങളുടെ ജീവൻ വളരെ നിസ്സാരമാണ്. പിന്നെ അല്ല മിസ്റ്റർ ഭാസ്കരൻ, നിങ്ങളുടെ ജീവന് വിലയുണ്ട്. നിങ്ങൾക്കൊരാപത്തും വരാൻ നോക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ്. അയ്യോ, ഇതൊന്നും അത്ര കാര്യമായിട്ട് എടുക്കണ്ട സാറേ. ഇതെന്റെ നിയോജക മണ്ഡലമാണ്. 25 ലക്ഷം പാർട്ടി ഫണ്ട് വെള്ളത്തിലായപ്പോ എനിക്ക് പിടിച്ചു നിൽക്കാൻ കിട്ടിയ പുരുത്തുരുമ്പാണ് ഈ സംഭവം. എന്നോട് ക്ഷമിക്കണം. കേന്ദ്ര നേതൃത്വത്തിന് കമ്പി അടിച്ചു കഴിഞ്ഞു. നിങ്ങൾ രണ്ടാളും പാർട്ടിയുടെ അനുഭാവികളാണ്. എന്റെ പിൻബലത്തിലാണ് നിങ്ങൾ ഭീകരനെ കൊന്നതെന്ന്. അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര വലിയ സുരക്ഷാ സന്നാഹം വേണമെങ്കിലും ഞാൻ അറേഞ്ച് ചെയ്യാം. ഇന്നലെ മലേഷ്യയിൽ നിന്നൊരു ഫോൺ കോൾ. നൈജീരിയ, സൗത്ത് ആഫ്രിക്ക, നിക്കാരാഗ്വ, ചിലി, കൂത്താട്ടുകുളം, എരിമേലി, അതെ, എത്യോപ്യ, എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഞങ്ങളെ വിളിക്കുകയാണ്. എല്ലാവർക്കും ഞങ്ങളെ കൊല്ലണം. ഈ ഭീകരന് ലോകമെമ്പാടും പേരുകളുണ്ടെന്നുള്ള കാര്യം ഇപ്പോഴാ മനസ്സിലായത് സാറേ. ഇതങ്ങനെ നിസ്സാരമായിട്ട് കാണരുത്. ഞാൻ ഇപ്പോ തന്നെ നിങ്ങൾക്ക് പോലീസ് സെക്യൂരിറ്റിക്ക് വേണ്ട ഏർപ്പാടുകളൊക്കെ അയ്യോ വേണ്ട സാർ. വേണം മിസ്റ്റർ ഭാസ്കർ. യെസ്, ഡിവൈഎസ്പി, SP റാങ്കിലുള്ള ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ ഞാൻ സാർ പ്ലീസ്, വെറും കോൺസ്റ്റബിൾസ് ആയ ഞങ്ങളുടെ സെക്യൂരിറ്റിക്ക് വേണ്ടി DYSP, SP എന്നൊക്കെ പറഞ്ഞാൽ ഇത് കസേരയുടെ വലുപ്പമല്ല. ഈ സംഭവത്തോടു കൂടി നിങ്ങൾ നാഷണൽ പ്രോപ്പർട്ടി ആയി കഴിഞ്ഞു. ഇന്ന് നിങ്ങൾ ഇന്ത്യ ഗവൺമെന്റിന്റെ കറുത്ത മക്കളാണ് മക്കളെ. അതുകൊണ്ട് പറഞ്ഞോളൂ, സെക്യൂരിറ്റിക്ക് ആരെ വേണം? BSF, CRPF, ബ്ലാക്ക് കാറ്റ്? അത് വേണ്ടല്ലേ? അങ്ങനെ നിർബന്ധമാണെങ്കിൽ SP യും DYSP ഒന്നും വേണ്ട സാർ. ഞങ്ങൾക്ക് 100% വിശ്വാസമുള്ള ഒരാളുണ്ട് ഡിപ്പാർട്ട്മെന്റിൽ. അതെ, SI ഭാഗ്യനാഥൻ. അതെ, അദ്ദേഹത്തെ ഞങ്ങളുടെ അംഗരക്ഷകരാക്കൂ. വെൽ ഇറ്റ്സ് ഡൺ. താങ്ക് യു. താങ്ക് യു സാർ. എന്താ സാർ, അവന് സെക്യൂരിറ്റി ആയിട്ട് ഞാനോ? ഏയ്, കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് അങ്ങനെ ഒരു കോംപ്ലക്സും ഇല്ല. പക്ഷേ സാർ, എന്റെ കുറെ അടുത്ത ബന്ധുക്കളുടെ കല്യാണം ഉടനെ തന്നെ നടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മിക്കവാറും ഞാൻ ലോങ് ലീവ് ആയിരിക്കും. നോ, ലീവ് തരുന്ന പ്രശ്നമേ ഇല്ല. അല്ല സാർ, അവൻ പറഞ്ഞതുകൊണ്ട് മാത്രം എനിക്ക് സാർ ലീവ് സാങ്ഷൻ ചെയ്യില്ലെന്ന് പറഞ്ഞാല് ഇത് കളക്ടറുടെ ഓർഡറാണ്. ഓക്കെ സാർ, ശരി സാർ, ഞാൻ തന്നെ അവന്റെ സെക്യൂരിറ്റി ആയിട്ട് ചാർജ് എടുക്കാം സാർ. കാടും നാടും നിറപ്പിച്ച ഈ ഭീകരനെ കീഴടക്കിയവർ, ഈ ധീരകൃത്യം ചെയ്തവർ ആന്ധ്രക്കാരല്ല, ഒറീസക്കാരല്ല, ഹരിയാനക്കാരല്ല, 2 കറുത്ത മലയാളികളാണ് സുഹൃത്തുക്കളെ. ഈ മലയാളികൾ ആലപ്പുഴക്കാരല്ല, കൊല്ലംകാരല്ല, തൃശൂർക്കാരല്ല, നമ്മുടെ പാലക്കാട് ജില്ലയിലെ 2 മലയാളികളാണ് സുഹൃത്തുക്കളെ. എന്താ നീ ഇതെല്ലാം കാണുന്നുണ്ടല്ലോ? നീ ഇങ്ങനെ ചുമ്മാ നിന്നാലെങ്ങനെയാ? ഞങ്ങളുടെ ബോഡി ഗാർഡാണ് നീ. ശത്രുക്കൾ ഏതെങ്കിലും ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് നേരെ ബോംബ് എറിയുന്നുണ്ടോ, വെടിവെക്കുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കണോ. നിന്റെ നേർക്കുള്ള വെടി ഒരൊറ്റ തോക്കിന്നേ വരാൻ സാധ്യതയുള്ളൂ. ഏത് തോക്കിന്ന്? എന്റെ തോക്കിന്ന്. അധികം ആളാവല്ലടാ. ആളാവല്ലേ നീ? ഭാഗ്യനാഥാ, നീ ഇപ്പൊ പറഞ്ഞ കാര്യം ഞാൻ മേലധികാരികളോട് പറഞ്ഞാലുണ്ടല്ലോ, ആ നിമിഷം നീ അകത്താ. നിങ്ങളുടെ മുന്നിൽ വെച്ച് എനിക്ക് ഈ ധീരാത്മാക്കളോട് ഒരു അപേക്ഷയുണ്ട്. 25 ലക്ഷം പാർട്ടി ഫണ്ട് അപഹരിച്ച കശ്മലന്മാരെ ദയവ് ചെയ്ത് എനിക്കൊന്ന് പിടിച്ചതാ. ഇനി സംഘടനകളുടെ, വ്യക്തികളുടെ ആരാർപ്പണമാണ്. ആദ്യമായി ജോക്കീസ് ക്ലബിന് വേണ്ടി KV ദക്ഷിണമൂർത്തി, വിമൻസ് കോളേജിന് വേണ്ടി അഞ്ജു രാഘവ്,